കേൾക്കാമോ ഇപ്പോൾ എല്ലാവർക്കും പറയുന്നത്? കേൾക്കാമോ? സ്ലൈഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഓക്കെ, ആദ്യമേ തന്നെ വലിയൊരു സോറി പറയാം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ പറയുന്ന ലൈവ് വരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഈ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പം ആദ്യമായിട്ട് സ്ലൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബ്ലാങ്ക് ആയിപ്പോയി. സോറി പറയാണ്, ഒരു 5 മിനിറ്റ് ലേറ്റും ആയിപ്പോയി. കുഴപ്പമില്ല. അപ്പം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ ഒരുപാട് പേര് കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എങ്ങനെ IT സൈക്കിൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ് രാജശ്രീ, പ്രതീഷ്, അതുപോലെ തന്നെ അഭിമന്യു, കാർത്തിക, അച്ചൂസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. താങ്ക് യു എല്ലാവർക്കും. ഹായ് ആൻഡ് ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിലബസ് എന്താണ്, എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിരുന്നു. മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് +2 ലെവൽ ആണ് എന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് മാക്സിമം 10 മാർക്കാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള വെയിറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല. വലിയൊരു സിലബസ് ആണ് ഇപ്പോൾ തന്നേക്കുന്നത്, പ്രത്യേകിച്ചും +2 ലെവൽ. ഡിഗ്രി ലെവൽ പിന്നെ നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 10 മാർക്ക് ചോദിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. +2 ലെവൽ ഒരുപക്ഷെ 5 മാർക്കിനും 10 മാർക്കിനും അടക്കെ ഈ പറഞ്ഞ പോലെ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഈ പറഞ്ഞ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് പലപ്പോഴും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പലർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. ഈ പറഞ്ഞ പോലെ സൈബിളോസ് ഒക്കെ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ കാണാപ്പാടൊക്കെ പഠിച്ചിട്ട് പോകും. ഈ പറഞ്ഞ പോലെ പക്ഷേ ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല. നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം നമുക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും 5 ജനറേഷനാണ് ഉള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 5th ജനറേഷനാണ്. 5th ജനറേഷൻ തുടങ്ങിയത് 1985-ലാണ്. 1985 ഓൺവേർഡ്സ് ഇപ്പോഴും എന്താണ് 5th ജനറേഷന്റെ ഭാഗമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതും ഈ പറഞ്ഞ 5th ജനറേഷന്റെ ഭാഗമാണ്. അതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് ജനറേഷനിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുക. അപ്പം നമുക്ക് ജനറേഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏർലി ഫോംസ് ഉണ്ട്. ഏർലി ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മണിച്ചട്ടം അഥവാ അബാക്കസ്. അത് എല്ലാവർക്കും അറിയാൻ തന്നെ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രീസിൽ നിന്ന് ഏകദേശം കാൽക്കുലേറ്ററിന് സമാനമായിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പഴയ കമ്പ്യൂട്ടർ അഥവാ ഏറ്റവും പഴയ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് അതാണെന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അതിപ്പോൾ അവിടുത്തെ ഒരു മ്യൂസിയത്തിന്റെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അത് നോക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ജനറേഷൻസിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പറഞ്ഞു പോയാൽ മതി. കുറച്ച് നമുക്ക് ഒരല്പം ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ജനറേഷൻസിലേക്ക് കയറി പോകാം. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടർ? സാറിന്റെ നെയിം സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല. അതിനെപ്പറ്റി എനിക്കിപ്പം പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, എൻ്റെ പേര് രാഹുൽ ആർ എന്നാണ്. രാഹുൽ ആർ അഥവാ രാഹുൽ ആർ എന്നോ അല്ലെങ്കിൽ രാഹുൽ ആർ എന്നായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പേര് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറയാൻ എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ട് പറയാം. അതുപോലെ എന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാമോ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നു. അതാണ് ബേസിക്കലി കമ്പ്യൂട്ടർ. പക്ഷെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് എപ്പോഴും ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡാറ്റാസ് ആയിരിക്കും. പക്ഷെ അത് ആ ഡാറ്റാസിനെ ഒന്ന് പ്രോസസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് തിരിച്ചു തരാം. അപ്പം കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് എപ്പോഴും ഡാറ്റാസ് ആവും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് ആവും. എന്താണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം? ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റോ ഡാറ്റയാണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 25, 40, 60, 100, 1000 എന്നൊക്കെ പറഞ്ഞിട്ട് റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുക്കുകയാണ്. കമ്പ്യൂട്ടറിന് അങ്ങനെ റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുക്കുകയാണ്. പക്ഷേ കമ്പ്യൂട്ടർ അതിനെ പ്രോസസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. കാരണം എന്താണ്, ആ കൊടുത്ത ഡാറ്റാസിനെ ഒന്ന് പ്രോസസ് ചെയ്തു. ചുമ്മാ ഡാറ്റാസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഇൻഫർമേഷൻ അല്ല. കമ്പ്യൂട്ടറിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഡാറ്റാസ് ആയിരിക്കും. അത് തിരിച്ചു തരുന്നത് എന്തായിരിക്കും? ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മുടെ കാൽക്കുലേറ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ എന്താണ് കുറച്ച് ഡാറ്റാസ് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യണം അല്ലെ? അത് ഒന്നുകിൽ അത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ, ഒന്നുകിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേഷന്
അതിൽ പെർഫോം ചെയ്തിട്ട് അത് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് തിരിച്ചു തരും. അങ്ങനെയുള്ള ഡിവൈസസിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടർ എന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡ് നമ്മൾ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലാണ്. കാരണം IT ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. 10ൽ 10 മാർക്കും നമുക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പം ആരെങ്കിലും ഒട്ടും ബേസിക് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പോലും പിക്കപ്പ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മലയാളത്തിൽ സ്ലൈഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് നമുക്ക് പാരലലി പറഞ്ഞു പോകാം. ഓക്കെ, അപ്പം എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള കാര്യം ബേസിക്കലി പറഞ്ഞല്ലോ. അപ്പം ഇതിന്റെ മലയാളം വേർഡ് എന്താണെന്ന് അറിയാമോ? കമ്പ്യൂട്ടറിന്റെ മലയാളം വേർഡ് ഭയങ്കര കോമഡിയാണ്. അതിന്റെ പേരാണ് സംഗണകം. എന്താണ് സംഗണകം? ഡെഫിനിഷനൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലൈവ് ക്ലാസ് നോക്കി, ഓക്കെ, ലൈവ് ക്ലാസ് നോക്കിയാൽ മതി. ഓക്കെ, അതിൽ കിട്ടും. ഓക്കെ, സംഗണകം എന്നാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ മലയാളം വേർഡ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇവിടെ ചോദിക്കാനൊന്നും ചാൻസ് ഒന്നുമില്ല. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു പക്ഷേ മലയാളത്തിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മലയാളം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലോ വല്ലതായിരിക്കും ചോദിക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. ഒരു കമ്പ്യൂട്ടറിന് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡിയൽ ടൈം. ഓക്കെ, കമ്പ്യൂട്ടറിന് വേണ്ടുന്ന പ്രത്യേകത പ്രധാനമായിട്ടും പറയുന്ന 5 പ്രത്യേകതയാണ് ഏതൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാലും അതിന് വേണ്ടുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് വേഗത അഥവാ സ്പീഡ്. ഈ പറയുന്നതെല്ലാം ഐഡിയൽ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ല ഉത്തമമായിട്ടുള്ള കമ്പ്യൂട്ടർ. ഈ ഉത്തമത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ജനറേഷനിൽ നിന്നും സെക്കൻഡ് ജനറേഷനിൽ നിന്നും തേർഡിലേക്കും ഫോർത്തിൽ നിന്നും ഫിഫ്ത്തിൽ നിന്നും എല്ലാം നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഒരു ഐഡിയൽ കമ്പ്യൂട്ടറിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ എന്താണ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മിഷൻ ഉണ്ടാവുമല്ലോ. ആ മിഷൻ മിക്കപ്പോഴും നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് കയറുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ മിക്കപ്പോഴും വലിയ ഒരു ബോർഡിൽ പതിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുടെ ഗോൾ ഇതാണ്, അല്ലെങ്കിൽ അവരുടെ എയിം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ ഇങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതായത് നല്ല വേഗത ഉണ്ടാവണം. ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അത് എത്രയാവാം? അത് ഇൻഫിനിറ്റി ആകാം. എത്ര ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റുമോ, എത്ര ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുമോ അത്രയും ആകാം. ഓക്കെ, അതുപോലെ തന്നെ കൃത്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് കൃത്യത ഉണ്ടാവണം. അതായത് അബ്സല്യൂട്ട് ആയിരിക്കണം കൊടുക്കുന്ന, പ്രത്യേകിച്ചും അത് തരുന്ന ഡാറ്റാസിനെ പ്രോസസ് ചെയ്ത് അത് തരുന്ന ഇൻഫർമേഷൻ വളരെയധികം അക്യുറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സംഭരണശേഷിയും ഇൻഫിനിറ്റ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ വിശ്വസ്തത, ഹൈലി റിലയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ബഹുമുഖ പ്രതിഭ അഥവാ വെർസറ്റൈൽ ആയിരിക്കണം. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മോഹൻലാലിനെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഷെയർ ചെയ്ത ലിങ്ക് ഓപ്പൺ ആവുന്നില്ല. നെയിം സെർച്ച് ചെയ്തപ്പോൾ കേട്ടു. തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. നെയിമും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞുകൂടാ, അത് കൃത്യമായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് ബഹുമുഖ പ്രതിഭ അഥവാ വെർസറ്റൈൽ ആണ്, അല്ലെങ്കിൽ ഹൈലി നല്ല വെർസാറ്റിലിറ്റി ഉണ്ട്, അഥവാ ഹൈലി വെർസറ്റൈൽ ആണെന്നാണ് പറയാം. ഒരു കമ്പ്യൂട്ടർ, അതായത് ഒരു ഐഡിയൽ കമ്പ്യൂട്ടർ ഹൈലി വെർസറ്റൈൽ ആയിരിക്കണം, അഥവാ ബഹുമുഖ പ്രതിഭ ആയിരിക്കണം. അതായത് അതിനിപ്പോൾ കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ പോരാ, സെയിം ടൈം അതിനെന്താണ് ഗെയിം കളിക്കാൻ പറ്റണം. അതുപോലെ തന്നെ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റാസിന് എന്താ ഇപ്പം CAD പോലുള്ള ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇനിയിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കണം. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ്, ഒരുപാട് മുഖങ്ങൾ, അതാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം അറ്റ് എ ടൈം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് തന്നെ പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയുമായിരിക്കണം. ഐഡിയൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഐഡിയൽ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ഐഡിയൽ നമ്മുടെ ഒരു എയിം, നമ്മൾ അങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ എന്തായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറവായിരുന്നു. സെക്കൻഡ് ജനറേഷൻ എന്താണ്? ഇത് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി. നമ്മൾ ഈ പറയുന്നേ ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം പറയും. തേർഡ് ജനറേഷനകത്ത് ഇത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി. ഈ പറഞ്ഞ 5 ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പ്രൂവ് ആയി. ഫോർത്തിന്റെ അകത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി. ഇപ്പൊ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5th ജനറേഷൻ കമ്പ്യൂട്ടർ ആണ്. ഇതെന്താണ്? ഇപ്പോഴും ഒരിക്കലും ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്നില്ല. ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർന്നില്ല. നമുക്ക് എപ്പോഴും എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട സ്കോപ്പ് വേണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം
കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മൾ ഏതൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കാണും. അപ്പം അതെന്തിനാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ 1 by 1 ഓരോരോ ജനറേഷൻസിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. സ്പീഡ്, അക്യുറസി, സ്റ്റോറേജ്, റിലയബിലിറ്റി ആൻഡ് വെർസാറ്റിലിറ്റി. ഓക്കെ, വെർസറ്റൈൽ നമ്മുടെ മോഹൻലാലിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ബഹുമുഖ പ്രതിഭയാണ്. സെയിം ടൈം പാട്ട് പാടും, അഭിനയിക്കും. ഇനിയിപ്പോൾ അദ്ദേഹം എന്താണ് സിനിമയും കൂടെ ഡയറക്റ്റ് ചെയ്യാൻ പോകുമെന്നൊക്കെ പറയാൻ കേട്ടു. കുട്ടികളുടെ ഏതൊക്കെയോ സിനിമ. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, സൗണ്ടിന് കുഴപ്പമൊന്നുമില്ലോ അല്ലെ? സൗണ്ടിന് കുഴപ്പമൊന്നുമില്ലോ? കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. അപ്പം കഴിഞ്ഞ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഐഡിയൽ അഥവാ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അതായിരിക്കും നമ്മൾ ഓരോ ജനറേഷൻസിന്റെ അകത്തും ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ച ഭാഷ, പ്രീവിയസ് ചോദ്യമാണ്. ഏത് ഭാഷയാണ്? ലാറ്റിൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് വന്നത്? ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. ഓക്കെ, കമ്പ്യൂട്ടർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ കാണുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ്. എന്താണ്? റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ചെറിയ സിലബസിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ എന്താണ്, നമുക്ക് കുറച്ച് ബേസിക്സും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ്, അതുപോലെ തന്നെ HTML ബേസിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നേരത്തെ ചോദിച്ചിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിലബസ് ചോദിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ട്രെൻഡ് കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ VO മുതലാണ്. IT ആൻഡ് സൈബറിലോ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചു തുടങ്ങിയത് ഈ പറയുന്ന VO മുതലാണ്. തീർച്ചയായിട്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയും ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസ് വൈസ് നമ്മൾ പറയുകയും ചെയ്യും. കൃത്യമായിട്ട് അത് തന്നെ അത് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. പക്ഷെ നമുക്ക് എന്താണ്, ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക്കിൽ നിന്ന് നല്ല കയറി പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ച ഭാഷ ലാറ്റിൻ ഭാഷയാണ്. അപ്പൊ അത് ഓർക്കണം. പ്രീവിയസ് ഒരു ചോദ്യം ഒന്ന് പറഞ്ഞല്ലോ, ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത്. ലൈവ് ക്ലാസ് തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ലൈവ് ക്ലാസ്? ഇത് ലൈവ് ക്ലാസ് ആണല്ലോ. താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കാം. ആ രീതിയിലെ ക്ലാസ് എടുക്കുള്ളൂ. നമ്മൾ എന്താ പറയാ, ലോ ലെവലിൽ ക്ലാസ് എടുക്കണം എന്നാണ്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഒട്ടും ബേസിക് ഇല്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവണമെന്ന് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് ഇത് പ്രയോജനപ്പെടാൻ പോകുന്നത് ഇപ്പോൾ 26 വയസ്സിനും 28 വയസ്സൊക്കെ താഴെയുള്ള ചെറിയ പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഈ പറഞ്ഞ പോലെ 40-45 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫിസിക്കലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫോഴ്സിന്റെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഈ പറഞ്ഞ പോലെ മാത്സ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, റീസണിങ് അറിഞ്ഞിരിക്കണം, മലയാളം അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാവണം. കറണ്ട് അഫയർ വേണം. കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ലീസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് കറണ്ട് അഫയർ. ഓക്കെ, ഫുൾ സിലബസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫുൾ സിലബസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്നല്ല, തീർച്ചയായിട്ടും അത് ചെയ്യും. ഇപ്പം സമയത്തിന്റെ ഒരു വിഷയമുള്ളൂ, തീർച്ചയായിട്ടും അത് ചെയ്യും. അപ്പം ഓർക്കേണ്ട രണ്ട് കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ച ഭാഷ ലാറ്റിൻ ഭാഷയാണ്. അതുപോലെ തന്നെ റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്ന ആളാണ് കമ്പ്യൂട്ടർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആരാണ്? റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ്. കമ്പ്യൂട്ടർ മേടിക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം കാശ് വേണം അല്ലെ? വളരെ റിച്ച് ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് വളരെ ഈ കാശുള്ള ആള് തന്നെയാണ് ആദ്യം റിച്ച് ആയിട്ടുള്ള ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞത് കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ള പദം ആദ്യം പറഞ്ഞത് ഈ റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക്. പക്ഷെ തെളിവ് ഇദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ബുക്കിന്റെ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെളിവിന്റെ ബേസിസിലല്ലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ അകത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം ആദ്യം ഉപയോഗിച്ചത് റിച്ചാർഡ് ബ്രൈറ്റ് വെയ്റ്റ്. അപ്പോൾ അദ്ദേഹം ഏത് ബുക്കിലാണ് ആ ഒരു പദം ഉപയോഗിച്ചത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമായിരിക്കും. അതാണ് ദ യങ് മാൻസ് ഗ്ലീനിങ്സ് എന്ന് പറയുന്ന
ബുക്ക് 1613. ഓക്കെ, അപ്പം ആദ്യം പദം ഉപയോഗിച്ചത് റിച്ച് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കായിരുന്നു എന്ത്? യങ് മാൻസ് ഗ്ലീനിങ്സ്. 1600കളിൽ ആണ് എന്നുള്ളൊരു കാര്യമെങ്കിലും ഓർത്തിരിക്കണം. 1700 800 ഒന്നുമല്ല, ഏകദേശം 400 വർഷം പുറകോട്ട് സഞ്ചരിക്കണം. 1613. ഓക്കെ. കമ്പ്യൂട്ടറിന്റെ മുൻഗാമിയായി കരുതപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ കണക്കുകൂട്ടൽ യന്ത്രം, അത് എല്ലാവർക്കും അറിയാം. എന്താണ്? അബാക്കസ് അഥവാ മണിച്ചട്ടം. അബാക്കസ് അഥവാ മണിച്ചട്ടം. ഇതാരാണ് ആദ്യം ഉപയോഗിച്ചത്? പോൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ചൈനക്കാരുടെ ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും ചൈന മാർക്ക് ചെയ്യും. പക്ഷെ ചൈനക്കാരല്ല, അറബിക്കാരാണ് എന്ത്? അബാക്കസ് കണ്ടുപിടിച്ചത്. മണിച്ചട്ടം അഥവാ അബാക്കസ് ഉപയോഗിച്ചത് ആരാണ്? മെസപ്പൊട്ടോമിയക്കാർ അഥവാ പല പല സിവിലൈസേഷൻ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതുപോലെ മെസപ്പൊട്ടോമിയൻ, ചൈനീസ് എന്നൊക്കെ പറയുന്ന പോലെ മെസപ്പൊട്ടോമിയക്കാരാണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്തുപയോഗിച്ചത്? അബാക്കസ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറബികൾ എന്ന് പറയാം. മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അറബികളാണ് ഏറ്റവും ആദ്യമായിട്ട് എന്തുപയോഗിച്ചത്? മണിച്ചട്ടം അഥവാ അബാക്കസ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം ഇതാരാണ്? റിച്ചാർഡ് ബ്രൈത്വൈറ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് ഈ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പുറം ചട്ടയാണ് ഈ കാണുന്നത്, യങ് മാൻസ് ഗ്ലീനിങ്സ്. ഓക്കെ. അബാക്കസ് എന്ന ഹീബ്രു പദം, അപ്പൊ അതെന്താണ്? അബാക്കസ് എന്നത് ഹീബ്രു പദമാണ്. കമ്പ്യൂട്ടർ എന്നത് ലാറ്റിൻ പദമായിരുന്നു. അബാക്കസ് ഹീബ്രു ആണ്. ഓക്കെ, ഹീബ്രു പദമാണ്. അതിന്റെ അർത്ഥം സാൻഡ് അഥവാ ഡസ്റ്റ് എന്നാണ്. ഇനിയിപ്പോ ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ അനലോഗ് മെക്കാനിസം, ആന്റി കൈത്തേറ മെക്കാനിസം എന്നാണ് പറയാം. ആന്റി കൈത്തേറ മെക്കാനിസം, അതിന്റെ ഡയഗ്രാം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആന്റി കൈത്തേറ മെക്കാനിസം. അപ്പം ഇത് കണ്ടുപിടിക്കുന്നത് ഗ്രീസിലെ ഒരു ദ്വീപിൽ നിന്നുമാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ആ ഒരു ദ്വീപിന്റെ പേര് തന്നെയാണ് ഈ ഒരു ഡിവൈസിനും കൊടുത്തിരിക്കുന്നത്, ആന്റി കൈത്തേറ എന്ന് പറയുന്ന ഗ്രീസിലെ ഒരു ദ്വീപിൽ നിന്നുമാണ് ഈ പറഞ്ഞ കാൽക്കുലേറ്റർ ഒക്കെ ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു ഡിവൈസിന്റെ അവശിഷ്ടം കണ്ടുപിടിച്ചത്. അതെന്താണ്? ഇലക്ട്രോണിക് ഡിവൈസ് ആണോ? അല്ല. അതെന്താണ്? ഒരു മെക്കാനിക്കൽ അനലോഗ് മെക്കാനിസം ആണ്. കണക്ക് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം 2-3 കാര്യങ്ങളായി. മണിച്ചട്ടമായി ആ വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്ന ആന്റി കൈത്തേറ മെക്കാനിസം, അതെവിടെയാണ്? അതങ്ങ് ഗ്രീസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് വില്യം ഷെക്കേർഡ് അല്ലെങ്കിൽ വില്യം ഷെക്കാർഡ് എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം. വില്യം ഷെക്കാർഡ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എറ എന്നറിയപ്പെടുന്നത് വില്യം ഷെക്കാർഡ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എറ എന്നറിയപ്പെടുന്നത് വില്യം ഷെക്കാർഡ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എറ. ഇദ്ദേഹം ജർമ്മനിക്കാരനാണ്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വില്യം ഷെക്കാർഡ് ആണ്. ഒരു 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ ആദ്യമായി പറയാം. 3ഉം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൻ ട്യൂറിംഗ് ആണ്. ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ലിങ്ക് ഇടാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരായിരുന്നു? അലൻ ട്യൂറിംഗ് ആയിരുന്നു. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരായിരുന്നു? ചാൾസ് ബാബേജ് ആയിരുന്നു. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എറയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആര്? വില്യം ഷെക്കേർഡ് ആണ് എന്ത്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എറ. ഇദ്ദേഹം കമ്പ്യൂട്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എറ ആയത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവായത്? ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ അകത്ത് എങ്ങനെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ പർപ്പസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എഴുതി വെച്ചിരുന്നു. അതായത് കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിഞ്ഞില്ല, പക്ഷെ ഇദ്ദേഹം ചെയ്തതായിട്ട് തെളിവുകളുണ്ട്. ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും. അതിന്റെ തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ് ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ വില്യം ഷെക്കേർഡ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ് ആണ്.
ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ട് അത് വളർന്ന് പന്തലിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് എന്താണ്? കശുവണ്ടിയാണോ? അല്ല, എന്താണ്? സോഫ്റ്റ്വെയർ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് അത്രയധികം ഡെവലപ്പായി. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരാണ്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഓർത്തോണം, പ്രീവിയസ് ചോദ്യമാണ്. 1-2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കരുത്. എല്ലാവരും ചാൾസ് ബാബേജ് മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അദ്ദേഹം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ്. അലൻ ട്യൂറിംഗ് എന്താണ്? അലൻ ട്യൂറിംഗ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെന്നുണ്ടെങ്കിൽ BE കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഡെവലപ്പ് ആയത് എന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ, വില്യം ഷെക്കേർഡ് മറന്നു പോകരുത്. ഇനിയിപ്പോ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൈസ് പാസ്കൽ ആണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയുണ്ട്. ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ആ ഒരു ലാംഗ്വേജിന് ഇട്ട പേരാണ് പാസ്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലാംഗ്വേജ് പോലെ ഉണ്ട്. നമ്മൾ ഈ C++ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് പാസ്കൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് ബാബേജ് എന്ന് ഒരിക്കലും എഴുതരുത്. ആരാണ്? ബ്ലൈസ് പാസ്കൽ ആണ്. ക്ലിയർ ആണോ? അപ്പൊ 4 കാര്യമായി. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഈ ഒരു ചാപ്റ്റർ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിങ്ങളുടെ തലയിലോട്ട് അടിച്ചങ്ങ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ബ്ലൈസ് പാസ്കൽ ആണ് ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ചാൾസ് ബാബേജ് അല്ല. ക്ലിയർ ആണോ? ചാൾസ് ബാബേജ് അല്ല, ബ്ലൈസ് പാസ്കൽ ആണ്. ബ്ലൈസ് പാസ്കൽ കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് യന്ത്രത്തിന്റെ പേരാണ് പാസ്കലിംഗ്. അദ്ദേഹം കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് യന്ത്രം, കമ്പ്യൂട്ടർ അല്ല, കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ്. അതിന്റെ പടമാണ് ഈ കാണുന്നത്. ഓക്കെ, അതിന്റെ പടമാണ് ഈ കാണുന്നത്, പാസ്കലിംഗ്. ഈ ഒരു മെഷീൻ അറിയപ്പെടുന്ന പേര്, മറ്റൊരു പേരുണ്ട്, അരിത്തമെറ്റിക് മെഷീൻ എന്ന് അറിയപ്പെടുന്നതും ഈ പറയുന്ന പാസ്കലിംഗ് തന്നെയാണ്. അരിത്തമെറ്റിക് മെഷീൻ എന്നറിയപ്പെടുന്നതും എന്താണ്? ഈ പറയുന്ന പാസ്കലിംഗ് തന്നെ ആണ്. ഓക്കെ, ചാൾസ് ബാബേജ് ആയി, അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വന്നോ? അതുപോലെ തന്നെ വില്യം ഷെക്കേർഡ് ആയി. എന്തായിരുന്നു? ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറയായിരുന്നു. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ബ്ലൈസ് പാസ്കൽ ആയി. അദ്ദേഹം എന്തായിരുന്നു? ഏറ്റവും ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ബ്ലൈസ് പാസ്കൽ ആണ്. പിന്നെ ആരാ പറഞ്ഞത്? പിന്നെ ആരായിരുന്നു? അലൻ ട്യൂറിംഗ്. ഓക്കെ സാർ, ലിങ്ക് ഇടണം. ഓക്കെ, തീർച്ചയായിട്ടും ലിങ്ക് ഇടാം. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ഇദ്ദേഹത്തെ പറ്റി സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം ഇടണമെന്ന് ചോദ്യകർത്താവ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി ആലോചിക്കാതെ ഇരിക്കില്ല. ഇദ്ദേഹത്തെ പറ്റി സ്ഥിരം ചോദ്യങ്ങൾ കാണാറുണ്ട്. ചാൾസ് ബാബേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ആരായിരുന്നു? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ്. അതുപോലെ കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നതും ഈ പറഞ്ഞ ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നതും ചാൾസ് ബാബേജ് ആണ്. കൺഫ്യൂഷൻ ആകരുത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരായിരുന്നു? അലൻ ട്യൂറിംഗ് ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസിലെ ന്യൂട്ടൺ ആരായിരുന്നു? ചാൾസ് ബാബേജ് ആയിരുന്നു. ഓക്കെ, ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അതായത് ഡിഫറൻസ് എഞ്ചിനും അനലറ്റിക്കൽ എഞ്ചിനും. ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അതുപോലെ തന്നെ അനലറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. രണ്ടും ഇദ്ദേഹം തന്നെയാണ്, ചാൾസ് ബാബേജ് തന്നെയാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്ലൈഡിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മിക്കതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കാരണം ക്വസ്റ്റ്യനറിന് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞ ചാൾസ് ബാബേജ്. ഓക്കെ, ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1822 1822 എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിക്കുന്നത് 1822. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് അനലറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ ന്യൂട്ടൺ ഇദ്ദേഹമാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ
ന്യൂട്ടൺ ആണ് ഇദ്ദേഹം. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് മറ്റൊരു വ്യക്തിയാണ്, അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യവും പ്രീവിയസ് ഒരു ചോദ്യമാണ്. ചാൾസ് ബാബേജിന്റെ ആത്മകഥ അറിയപ്പെടുന്ന പേര് പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന് പറയുന്ന ബുക്ക് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. പ്രീവിയസ് ഒരു ചോദ്യമാണ്, ഒന്നിലധികം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേര് പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ, ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, ഓർത്തോണേ. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് ബുക്സ് കൂടിയുണ്ട്, നമുക്ക് നോക്കാം. അതായത് ഓൺ ദ എക്കണോമി ഓഫ് മെഷീനറി ആൻഡ് മാനുഫാക്ചേഴ്സ്, അതുപോലെ തന്നെ 9th ബ്രിഡ്ജ് വാട്ടർ ട്രീറ്റീസ്, അതുപോലെ റിഫ്ലക്ഷൻസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് സയൻസ് ഇൻ ഇംഗ്ലണ്ട്, അതുപോലെ സയൻസ് ആൻഡ് റിഫോം. ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വേർഡുകൾ നിങ്ങൾക്ക് കിട്ടണം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാസ്റ്റ് 2 ബുക്ക് നോക്കുക, സയൻസ് ആൻഡ് റിഫോം, സയൻസ് ആൻഡ് റിഫോം, അതുപോലെ തന്നെ റിഫ്ലക്ഷൻസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് സയൻസ് ഇൻ ഇംഗ്ലണ്ട്. രണ്ടിടത്തും സയൻസ് ഉണ്ട്. ഇംഗ്ലണ്ടില് സയൻസ് നിഷേധിക്കപ്പെട്ടതിനെ പറ്റി ഒരു ബുക്ക് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അതുപോലെ തന്നെ സയൻസ് ആൻഡ് റിഫോം, സയൻസിന് കൊണ്ടുവരാൻ പറ്റുന്ന റെവല്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ മാറ്റത്തെ പറ്റി ഇദ്ദേഹം ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം ഇംഗ്ലണ്ടിൽ സയൻസ് ഇല്ലാത്തതിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? ഈ പറഞ്ഞ ചാൾസ് ബാബേജ് ആണ്. സയൻസിന് വരുത്താൻ പറ്റുന്ന മാറ്റത്തെക്കുറിച്ച് ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? സയൻസ് ആൻഡ് റിഫോം എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? ചാൾസ് ബാബേജ് ആണ്. റിഫ്ലക്ഷൻസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് സയൻസ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നതും ഈ പറഞ്ഞ ചാൾസ് ബാബേജ് ആണ്. അതുപോലെ തന്നെ 9th ബ്രിഡ്ജ് വാട്ടർ ട്രീറ്റീസ്, 9th ബ്രിഡ്ജ് വാട്ടർ ട്രീറ്റീസ്, അതുപോലെ തന്നെ ഓൺ ദ എക്കണോമി ഓഫ് മെഷീനറി ആൻഡ് മാനുഫാക്ചേഴ്സ്. ഇത് ഈ ബുക്ക് എഴുതാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്നറിയോ? ഇംഗ്ലണ്ടില്, ജസ്റ്റ് ഒരു കഥ അങ്ങ് പറയണേ. ഇദ്ദേഹം ഇംഗ്ലണ്ടില് ചുമ്മാ ഒരു ഉണ്ടാക്കി പറഞ്ഞ കഥയാണ്, നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കഥയാണ്. ഇദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണല്ലോ. ഇദ്ദേഹം ഇംഗ്ലണ്ടില് ഒരു ബ്രിഡ്ജിൽ നിന്നിട്ട്, ഇംഗ്ലണ്ടിലെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജിൽ നിന്നിട്ടാണ് ഈ പറഞ്ഞ സയൻസിനെ പറ്റി അവിടെയുള്ള മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് സംസാരിക്കുകയും വാദോരാതെ സംസാരിക്കുകയും പിന്നീട് അത് ഇദ്ദേഹം ഒരു ബുക്കാക്കി മാറ്റുകയുമാണ് ചെയ്തത്. എങ്ങനെ കണക്ട് ചെയ്യാം? ആ ബ്രിഡ്ജ് എന്നുള്ള ഒരു കാര്യം ഓർത്തണം. 9th ബ്രിഡ്ജ് വാട്ടർ ട്രീറ്റീസ്, ഇദ്ദേഹം ബ്രിഡ്ജിൽ നിന്നിട്ടാണ് സയൻസിനെ പറ്റി സംസാരിക്കുന്നത്, അല്ലെ? റിഫ്ലക്ഷൻസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് സയൻസ് ഇൻ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് റിഫോം, സയൻസിനെ പറ്റി വാദോരാതെ സംസാരിക്കുകയാണ്. അത് പിന്നീട് അദ്ദേഹം ബുക്കാക്കി മാറ്റുന്നു. ആര് കാരണമാണ്? മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചേഴ്സുമായിട്ടുള്ള സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ബുക്കുകളെല്ലാം ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതിനിപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചോണം. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഒരു ക്ലൂ ഇട്ട് തന്നു, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒന്ന് കാടും പോസ്റ്റൊക്കെ ഒന്ന് തെളിച്ചു തന്നു. നിങ്ങൾ ഇനി വഴിവെട്ടി പൊക്കോണം. ഓക്കെ, പാസേജ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ഈ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ 4 പേര് ഓർത്തിരിക്കാൻ വല്ല പാടുണ്ടോ? ഒരു പാടുമില്ല. സയൻസിന്റെ 2 കാര്യം ഓർക്കാമല്ലോ. ഇതേ എവിടെയിരുന്ന ബുക്ക് എഴുതുക? ബ്രിഡ്ജിൽ നിന്നിട്ടാണ്, അല്ലെ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ബുക്ക് എഴുതുക? ആ പറഞ്ഞ മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെ? മെഷീനറിക്ക് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ബുക്ക് എഴുതുക. എന്തെങ്കിലുമൊക്കെ ടൈം കിട്ടിയാലും നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അലൻ ട്യൂറിംഗ്. ഇദ്ദേഹമാണ് നമ്മൾ പലതവണ പറഞ്ഞു, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇദ്ദേഹം. അലൻ ട്യൂറിംഗ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്ന ആളാണ്. ഹായ് ക്രിസ്റ്റി. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്ന ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. കമ്പ്യൂട്ടറിന്റെ ബുദ്ധിശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അറിയപ്പെടുന്ന പേരാണ് ട്യൂറിംഗ് ടെസ്റ്റ്. കമ്പ്യൂട്ടറിന്റെ ബുദ്ധിശക്തി അളക്കുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന്റെ പേരാണ് എന്ത്? ട്യൂറിംഗ് ടെസ്റ്റ്. ഇദ്ദേഹത്തെ പറ്റിയുള്ള പ്രീവിയസ് ചോദ്യം, സ്ഥിരം ചോദിക്കുന്ന പ്രീവിയസ് ചോദ്യം ഇതാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് ആണ്. ഇദ്ദേഹം കമ്പ്യൂട്ടറിന്റെ ബുദ്ധി അളക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ട്യൂറിംഗ് ടെസ്റ്റ്. ഇമിറ്റേഷൻ ഗെയിം എന്നത് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൻ ട്യൂറിംഗ് ആണ്, അല്ലെങ്കിൽ ട്യൂറിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇമിറ്റേഷൻ ഗെയിം. ട്യൂറിംഗ് ടെസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന അലൻ ട്യൂറിംഗിന്റെ കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പൊ ഇത് ഓർത്തോണം. നമ്മൾ ചാൾസ് ബാബേജിന്റെ കൃതിയൊക്കെ പറഞ്ഞാണ്, അതൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു കാര്യം ഓർത്തോണം. ഇദ്ദേഹത്തിന്റെ ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു സിമിലാരിറ്റി കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹവും മെഷീനറിയെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ചാൾസ് ബാബേജ്. ഇദ്ദേഹവും മെഷീനറിയെ പറ്റിയൊക്കെ തന്നെയാണ് ബുക്ക് എഴുതിയിരിക്കുന്നത്. കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ്, ഇവിടെയും നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഒരു മെഷീനറി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഫ്രണ്ടിൽ എന്താണ്? പക്ഷെ കമ്പ്യൂട്ടിംഗ് ഉണ്ട്, അല്ലെ?
കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്നുള്ള ബുക്കിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ബുക്കിലാണ് അദ്ദേഹം ടൂറിംഗ് ടെസ്റ്റിനെ പറ്റി എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ കാണും, എന്താണ് ടൂറിംഗ് ടെസ്റ്റ് എന്നൊക്കെ അറിയണമെന്നുണ്ടാവും. അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം എന്താണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ടൂറിംഗ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? പ്രീവിയസ് ചോദ്യമാണ്. ഏത് മേഖലയുമാണ്? കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ്. കമ്പ്യൂട്ടർ സയൻസിലെ ഏറ്റവും നല്ല കണ്ടുപിടുത്തത്തിന് അല്ലെങ്കിൽ ഇന്നോവേഷന് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? ടൂറിംഗ് പ്രൈസ് അല്ലെങ്കിൽ ടൂറിംഗ് അവാർഡ്. ഓക്കെ, അപ്പം പറഞ്ഞല്ലോ ഈ ടൂറിംഗ് ടെസ്റ്റ് എന്താന്നുള്ള കാര്യം പറയണ്ടേ. ടൂറിംഗ് ടെസ്റ്റിനെ പറ്റി നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഈ ടൂറിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അലൻ ടൂറിംഗ് ആണ്. കമ്പ്യൂട്ടറിന്റെ ബുദ്ധിശക്തി അളക്കുവാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പ്രസ്താവിച്ചു വെച്ചിരിക്കുന്നതാണ്, അലൻ ടൂറിംഗ് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് എന്ത്? ടൂറിംഗ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഏത് ബുക്കിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ടിംഗ് മെഷീനറി, അത്രയും കിട്ടിയാൽ മതി. കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ്, കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയെ പറ്റിയല്ല ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഇദ്ദേഹം ടൂറിംഗ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ ടൂറിംഗ് ടെസ്റ്റ്? ടൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, അതായത് ഒരു ക്വസ്റ്റ്യനർ, മനുഷ്യനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനർ, ഇദ്ദേഹത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറിനെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു മറ്റൊരു ഏതെങ്കിലും ഒരു മനുഷ്യൻ, അതിപ്പോൾ ലേഡി ആവാം അല്ലെന്നുണ്ടെങ്കിൽ മെന്നാകാം, ഇവരെ ആരെങ്കിലും രണ്ട് റിമോട്ട് ആയിട്ടുള്ള പ്ലേസസിൽ വെച്ചിട്ടുണ്ടാവും. നെറ്റ്വർക്ക് വഴി ഇവർ കണക്റ്റഡ് ആവും. എന്നിട്ട് ഈ മനുഷ്യൻ രണ്ടു പേർക്കും ഒരേ ടൈമിൽ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കും, കുറെ അധികം ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹത്തിന് റിപ്ലൈ ഈ രണ്ടുപേരും അയച്ചു കൊടുക്കും, കമ്പ്യൂട്ടറും അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവിടെ ഒരു ലേഡിയാണ് അല്ലെ, ഈ ലേഡിയും തിരിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് ഏറ്റവും അവസാനം ഇദ്ദേഹം ജഡ്ജ് ചെയ്യണം ഇതിലാരാണ് മനുഷ്യൻ, ഇതിലാരാണ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് തിരിച്ചറിയണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് തിരിച്ചറിയാൻ വേണ്ടി പറയും. ഇങ്ങനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇത് കമ്പ്യൂട്ടർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിന് ഹൈലി ഇന്റലിജന്റ് ആണ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യണം. നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പൊ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് തിരിച്ചയച്ച് നമുക്ക് ചാറ്റിൽ വഴി റെസ്പോണ്ട് ചെയ്യുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് മനുഷ്യനല്ല ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആണ് ഇങ്ങോട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ടൂറിംഗ് ടെസ്റ്റിനകത്ത് വാല്യൂ കുറവാണ്. നല്ലൊരു കമ്പ്യൂട്ടർ ആണ് എന്നുണ്ടെങ്കിൽ നടുക്ക് നിൽക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കരുത് നമുക്ക് റിപ്ലൈ ചെയ്തത് കമ്പ്യൂട്ടർ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകരുത്. എത്രത്തോളം നമുക്കത് മനസ്സിലാകുന്നില്ലയോ അത്രത്തോളം ടൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്നാണ് മീനിങ്. ഓക്കെ, അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനിയിപ്പോ മറന്നുപോകാം, ഒന്നുകൂടെ നമുക്ക് പറയാം. എന്തായിരുന്നു ടൂറിംഗ് ടെസ്റ്റ്? ആരാണ് കണ്ടുപിടിച്ചത്? ടൂറിംഗ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് അലൻ ടൂറിംഗ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ഈ പറഞ്ഞ അലൻ ടൂറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ ടൂറിംഗ് ടെസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ബുക്ക് എന്തായിരുന്നു? മെഷീനറി ആരൊക്കെയാണ്? മെഷീനറി എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായെന്നുണ്ടെങ്കിൽ അലൻ ടൂറിംഗ് ആണ് അല്ലെ. കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്കിന്റെ അകത്താണ് ഇദ്ദേഹം ടൂറിംഗ് ടെസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോഴും നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അല്ലെ. ഇദ്ദേഹത്തിന്റെ ടൂറിംഗ് ടെസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലയോ, നമുക്ക് റിപ്ലൈ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലയോ അത്രത്തോളം ടൂറിംഗ് ടെസ്റ്റ് സക്സസ് ആയി അത്രത്തോളം ടൂറിംഗ് ടെസ്റ്റ് സക്സസ് ആയി എന്നാണ് അതിന്റെ മീനിങ്. ഇനിയിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൂറിംഗ് ടെസ്റ്റ് ഏർപ്പെടുത്തിയ വർഷം. ടൂറിംഗ് ടെസ്റ്റ് ഏർപ്പെടുത്തിയത് 1964 ആരാണ് നൽകുന്നത്? അമേരിക്കയാണ് ടൂറിംഗ് അവാർഡ് നൽകുന്നത് അമേരിക്ക ആണ്. പ്രഥമ ടൂറിംഗ് അവാർഡ് ജേതാവ് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൻ ജെ പെരിസ് ആണ്. ഈ കാണുന്നതാണ് അലൻ ജെ പെരിസ്. ഇവിടെ ഇപ്പോൾ ഒരു ആൽബിൻ ജോയിൻ ചെയ്തു. ആൽബിൻ അല്ല, അലൻ. ഹായ് ആൽബിൻ, ഹായ് ജെയ്സ, ഹായ് സിജോ. എന്താണ് ടൂറിംഗ് അവാർഡ് ഏർപ്പെടുത്തിയത്? 1966 ടൂറിംഗ് അവാർഡ് ഏർപ്പെടുത്തിയത്. എന്തിനാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. എന്തിനായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ മികച്ച കണ്ടുപിടുത്തം അഥവാ മികച്ച ഇന്നോവേഷൻസ് കാഴ്ചവെക്കുന്ന ആൾക്ക് നൽകുന്ന പ്രൈസ് ആണ് ടൂറിംഗ് അവാർഡ്. 1966 ഏർപ്പെടുത്തിയത്. നൽകുന്നത് അമേരിക്കയാണ്. അലൻ ജെ പെരിസ്
അലൻ ജെ പെരിസ് എന്ന് പറയുന്ന ആൾക്കാണ് ഏറ്റവും ആദ്യമായിട്ട് ടൂറിംഗ് അവാർഡ് കിട്ടിയത്. എന്തിനായിരിക്കും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള മേഖലയിൽ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ടൂറിംഗ് അവാർഡ് നമ്മുടെ ഇന്ത്യക്കാർക്കും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ വംശജൻ ടൂറിംഗ് അവാർഡ് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് രാജ് റെഡ്ഡി. രാജ് റെഡ്ഡി ഇക്കാണുന്നതാണ് രാജ് റെഡ്ഡി. രാജ് റെഡ്ഡി. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലൻ ടൂറിങ്ങിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഒരു സിനിമയുണ്ട്. അതിന്റെ പേരാണ് ഇമിറ്റേഷൻ ഗെയിം. ഇമിറ്റേഷൻ ഗെയിം എന്തിന്റെ ഭാഗമാണ്? ഇമിറ്റേഷൻ ഗെയിം ഈ പറഞ്ഞ ടൂറിംഗ് ടെസ്റ്റിന്റെ ഭാഗമാണ്. എന്താണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്താണ്? കമ്പ്യൂട്ടറിന് മനുഷ്യനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. എത്രത്തോളം ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം ടൂറിംഗ് ടെസ്റ്റിനകത്ത് വാല്യൂ കൂടുതലായിരിക്കും. ഇനിയിപ്പോ ഇദ്ദേഹം ആരെന്ന് മനസ്സിലായി? ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹമാണ് അലൻ ജെ പെരിസ്. ഈ കാണുന്നതാണ് അലൻ ജെ പെരിസ്. ഇദ്ദേഹം വർക്ക് ചെയ്ത മേഖല എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ചുമ്മാ നോക്കാമേ. എ ഇയർ സ്പെന്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ഇനഫ് ടു മേക്ക് വൺ ബിലീവ് ഇൻ ഗോഡ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അകത്ത് ഒരു വർഷം കടന്ന് കഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിക്കും എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. കാരണം അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ? മെഷീനെ കൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹമാണ് ആദ്യത്തെ ടൂറിംഗ് പ്രൈസ് വിന്നർ 1966. ഇദ്ദേഹത്തിന്റെ പേരാണ് അലൻ ജെ പെരിസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മേഖല ഏതായിരുന്നു? ഇദ്ദേഹത്തിന്റെ മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു. 1966 ടൂറിംഗ് പ്രൈസ് അമേരിക്ക, അലൻ ജെ പെരിസ്. രാജ് റെഡ്ഡി ആരായിരുന്നു? രാജ് റെഡ്ഡി ഇന്ത്യൻ വംശജനായിരുന്നു. ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ടൂറിംഗ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ഈ പറഞ്ഞ രാജ് റെഡ്ഡി. ഇദ്ദേഹത്തിന് കിട്ടുന്നത് 1994 ടൂറിംഗ് പ്രൈസ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന്റെ മേഖല എന്താണ്? ഇദ്ദേഹത്തിന്റെ മേഖലയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തു വന്ന സിനിമയാണ് ഇമിറ്റേഷൻ ഗെയിം. ഇനിയിപ്പോ അലൻ ട്യൂറിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് നോക്കി വെക്കണം. അതായത് പ്യൂർ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചവർക്കൊക്കെ അറിയും എന്താണ്. നല്ല രീതിയിൽ മാത്സ് അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ സോർട്ട് ചെയ്യാനും അസെൻഡിങ് ആണെങ്കിലും ഡിസെൻഡിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മാത്സും ഫോർമുല ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് കമ്പ്യൂട്ടർ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുക കൂടി വേണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഗ്രാമറായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം പ്രോഗ്രാമിങ്ങിന് ബേസിക്സ് എന്താണ്? പ്യൂർ മാത്തമാറ്റിക്സ്. നല്ല രീതിയിൽ മാത്സ് അറിയാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രോഗ്രാമർ ആക്കുവാൻ വേണ്ടിയിട്ട് കൂടി സാധിക്കും. അപ്പോൾ പ്യൂർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് അലൻ ട്യൂറിംഗ് ആണ്. അതുപോലെ തന്നെ മോർഫോജെനിസിസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നതും ഈ പറഞ്ഞ ആരാണ്? അലൻ ട്യൂറിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന അലൻ ട്യൂറിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് സിമിലാരിറ്റി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ എം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും എം ഉണ്ട്. എന്താണ്? മാത്തമാറ്റിക്സ് എന്നിലാണ് തുടങ്ങേണ്ടത്. ഇദ്ദേഹം എന്താണ്? കമ്പ്യൂട്ടർ സയൻസിന്റെ ആളാണ് അല്ലെ? കമ്പ്യൂട്ടർ സയൻസിന് എന്തുമായിട്ടാണ് ബന്ധമുള്ളത്? മാത്സുമായിട്ടാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ പ്യൂർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയ ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. അതുപോലെ തന്നെ മോർഫോജെനിസിസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയതും ഈ പറയുന്ന അലൻ ട്യൂറിംഗ് ആണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയതും ഈ പറഞ്ഞ അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, അപ്പം ഇനിയാണ് നമുക്ക് കമ്പ്യൂട്ടർ ജനറേഷൻസിലേക്ക് കടക്കുന്നത്. ഇത്രയും ബേസിക്സ് ആണ്. ഇത്രയും പറഞ്ഞത് എന്താണ്? കമ്പ്യൂട്ടർ ജനറേഷൻസിനൊക്കെ മുമ്പുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബന്ധമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു മേഖലയിൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും അലൻ ട്യൂറിംഗ്, ചാൾസ് ബാബേജ്, പിന്നെന്താണ് വില്യം ഷെക്കേർഡ്, ഇദ്ദേഹത്തെയൊക്കെ പറ്റിയിട്ട് സ്ഥിരം ചോദ്യങ്ങൾ കാണാറുണ്ട്. പിന്നീട് അബാക്കസ്, പിന്നെ ആന്റി കൈത്തറ, അത് ചോദിച്ചു കണ്ടിട്ടില്ല. ആന്റി കൈത്തറ മെക്കാനിസം എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏത് ഭാഷയാണ് കമ്പ്യൂട്ടർ എന്നുള്ള പദം ഏത് ഭാഷയിൽ നിന്ന് വന്നു? ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ലാറ്റിൻ ആയിരുന്നു. അതുപോലെ തന്നെ മണിച്ചട്ടം കണ്ടുപിടിച്ച ആരാണ്? അറബിക്കാരാണ് അഥവാ മെസപ്പൊട്ടോമിയക്കാരാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്കിനി ജനറേഷൻസിലേക്ക് കടക്കാം. ഇവിടെ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ പണ്ട് മുതലേ വരാറുണ്ട്. മറ്റിടത്തൊന്നും വരാറില്ല എന്നല്ല, ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ ജനറേഷൻസ്. ഓക്കെ, അപ്പം ഓൾറെഡി പറഞ്ഞല്ലോ, ആധുനിക കമ്പ്യൂട്ടറിന്റെ വളർച്ച സംഭവിച്ചത് 5 ഘട്ടങ്ങളിലായിട്ടാണ്.
നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ പറയണ്ടല്ലോ, ആ 5 ക്യാര ഉണ്ടല്ലോ, ആ 5 ക്യാര ഓരോരോ ജനറേഷൻസിലും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അക്യുറസി ആണെന്നുണ്ടെങ്കിൽ, സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റോറേജ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ, റിലയബിലിറ്റി ആണെന്നുണ്ടെങ്കിലും, എന്താണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾ ഓരോ ജനറേഷൻസിലും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഐഡിയൽ വാല്യൂവിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ട് ഇരുന്നത്. 5 ഘട്ടമാണ് കമ്പ്യൂട്ടർ ജനറേഷൻസിലുള്ളത്. ഓരോ ഘട്ടത്തെയും അഥവാ തലമുറയെയും കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ്. 1946 മുതൽ 1955 വരെ, 46 മുതൽ 55 വരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു കൊല്ലം മുമ്പ് മുതൽ 1946 മുതൽ 1955 വരെയുള്ള കാലഘട്ടമാണ് എന്ത്, ഒന്നാം തലമുറ അഥവാ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. അപ്പം അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് ഈ കാണുന്നതാണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ ഫ്ലെമിംഗ് ആണ്. ഇതാണ് വാക്വം ട്യൂബ്. ഇതിന് എന്തുമായിട്ട് സിമിലർ ആണ്, നമ്മുടെ കാറിന്റെ ഒക്കെ ഉള്ളിലെ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാഷ് ഒക്കെ ഉള്ള ആ ഒരു ലൈറ്റുമായിട്ട് സിമിലർ അല്ലേ? അപ്പൊ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തേ, എന്തായിരിക്കും? ജോൺ ഫ്ലെമിംഗ് ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് എന്ന് കൊടുക്കുക. ആ ഫ്ലാഷ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻ്റെ അകത്തുനിന്ന് ഫ്ലെമിംഗ് നമ്മുടെ കയ്യിൽ വരുള്ളൂ. ഓക്കെ, ജോൺ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത്? എന്ത് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. ഓർക്കേണ്ട കാര്യം എന്താണ്? പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഏത് കാലഘട്ടമാണ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് പ്രീവിയസ് ചോദ്യം ചോദിക്കുക. 1946 മുതൽ 1955 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി എന്താണ്? വാക്വം ട്യൂബ്സ് ആണ്. ഇത് രണ്ടും പ്രീവിയസ് ചോദ്യമാണ്. അതുപോലെ തന്നെ വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്? ഫ്ലാഷ് ലൈറ്റ് ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിംഗ് എന്താണ്? ജോൺ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത്? വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. അതുപോലെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ നമ്മൾ മെമ്മറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് കാന്തിക ഡ്രം അഥവാ മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഡ്രം. ഇത്രയും വലിയ സൈസ് ഒക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോപ്പിക്കകത്ത് പോകുന്ന ഡാറ്റാസ് പോലും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. ഒരു ഫ്ലോപ്പിയുടെ കപ്പാസിറ്റി എത്ര എന്നുള്ളത് പ്രീവിയസ് ഒരു ചോദ്യമാണ്. ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോപ്പിയുടെ സൈസ് 1.44 MB ആണ്. എത്രയാണ്? 1.44 MB ആണ് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോപ്പിയുടെ സൈസ്. 3.5 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് ഫ്ലോപ്പിയുടെ സൈസ്. അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാവുന്നതാണ് 1.44 MB. എടുത്തു പറഞ്ഞത് പ്രീവിയസ് ഒരു ചോദ്യം ആയതുകൊണ്ടാണ്. എന്താ നമ്മൾ പറഞ്ഞത്? ഫ്ലോപ്പിയുടെ സൈസ് 1.44 MB ആണ്. 1.44 MB ആണ്. ഈ ഫ്ലോപ്പി പ്രത്യേകിച്ചും രണ്ട് സൈസിൽ അവൈലബിൾ ആണ്. 5.25 ഇഞ്ച് ഉണ്ട്. അതിന്റെ സൈസ് കുറച്ചും കൂടെ കുറവാണ്. അതിന് ഈ പറഞ്ഞ 1.44 MB പോലും സൈസ് ഇല്ല. പിന്നീട് ഉള്ളത് 3.5 ഇഞ്ചാണ്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിച്ചിട്ട് പോകുന്നത്. അതിന്റെ സൈസ് 1.44 MB ആണ്. പ്രീവിയസ് ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നൽകുന്നതിന് ഉപയോഗിച്ചത് പഞ്ച്ഡ് കാർഡാണ്. ഈ കാണുന്നതാണ് പഞ്ച്ഡ് കാർഡ്. ലോഹ തകിടിൻ്റെ അകത്ത് ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ പഞ്ച്ഡ് കാർഡ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പഴയ കമ്പ്യൂട്ടറിൻ്റെ അകത്ത്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻപുട്ട് കൊടുക്കുന്നതും ആ പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതും ഈ പറഞ്ഞ ഡോട്ട്സിൻ്റെ അകത്താണ്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അതിന്റെ ഔട്ട്പുട്ട് കാണണം. ഈ രീതിയിലായിരുന്നു അതിന്റെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ അകത്ത് കുറെ അധികം സൂചനകൾ ഇട്ട് നമുക്ക് ഇങ്ങോട്ട് ഔട്ട്പുട്ടായിട്ട് തിരിച്ചിങ്ങോട്ട് തരും. ഇതിൻ്റെ അകത്തൊന്ന് ഇത് വായിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം മെനക്കേടാണ്. അപ്പം ഇതായിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇൻപുട്ട് എങ്ങനെയായിരുന്നു? ഇൻപുട്ട് പഞ്ച്ഡ് കാർഡ്സ്, മെറ്റാലിക് ഷീറ്റ്സിൻ്റെ അകത്ത് ചെറിയ ഹോളുകൾ, സുഷിരങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഈ ഹോൾസ് എന്തൊക്കെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും ഈ പറഞ്ഞ ഹോൾസ് റെപ്രസെന്റ് ചെയ്യുക. പഞ്ച്ഡ് കാർഡ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് മേരി ജാക്വേർഡ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. പഞ്ച്ഡ് കാർഡ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് മേരി ജാക്വേർഡ്. ഇദ്ദേഹമാണ് പഞ്ച്ഡ് കാർഡ്സ് കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കാനുള്ള മെത്തേഡ് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്, ത്രൂ പഞ്ച്ഡ് കാർഡ്സ്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടോ?
ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്താണ്? ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഔട്ട്പുട്ട് നൽകുന്നതിന് ഉപയോഗിച്ചിരുന്നത് പേപ്പർ ടൈപ്സ് ആയിരുന്നു. എന്തൊരു ഇതാണല്ലേ. ഇപ്പൊ നമുക്ക് എന്തൊരു സുഖമാണ്, നമുക്ക് വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട് ഒക്കെ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് വലിപ്പ കൂടുതൽ, വേഗത കുറവ്, നിർമ്മാണ ചെലവ് കൂടുതൽ, പ്രവർത്തനശേഷി കുറവ്, ഇതൊക്കെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ അക്യുറസി 5 ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഓരോ ജനറേഷനും ഇത് നമ്മൾ ആ പറഞ്ഞ ഏറ്റവും ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് പ്രകടമാവും. നമ്മൾ 5 ജനറേഷൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പ്രകടമായിട്ട് മനസ്സിലാവും. ഇനിയിപ്പം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ. പലപ്പോഴും യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ പോൾ ഇടാറുണ്ട്. പോൾ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് എക്സാക്ക് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ ഇനിയാക്ക്, എക്സാക്ക്, എഡ്വാക്ക്, യൂണിവാക്ക്. പോൾ ഇടുന്ന സമയത്ത് എക്സാക്ക് നമ്മൾ ഇടും. എക്സാക്ക് ഇടുന്ന സമയത്ത് എല്ലാവരും തെറ്റിക്കാറുണ്ട്. ഒരു 80% ആൾക്കാരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? എക്സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? കമന്റ് ചെയ്യാമോ? എക്സാക്കിന്റെ ഫുൾ ഫോം എന്തായിരിക്കും? എക്സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എക്സാക്ട് തെറ്റിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിയാക്കും തെറ്റിച്ച് കണ്ടിട്ടുണ്ട്. എനിയാക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റിച്ച് കണ്ടിരിക്കുന്നത്. എനിയാക്കാണ്. എനിയാക്കിന്റെ ഫുൾ ഫോം അറിയാമോ? എനിയാക്കിന്റെ ഫുൾ ഫോം കമന്റ് ചെയ്യാമോ? എനിയാക്കിന്റെ ഫുൾ ഫോം എനിയാക്ക് ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ. അതായത് ഇവിടെ എന്താ സംഭവം മിസ്റ്റേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് എനിയാക്കിന്റെ ഫുൾ ഫോം. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. എല്ലാവരും എന്താണ്? എല്ലാവരും കാൽക്കുലേറ്റർ എന്നായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും മാർക്ക് ചെയ്യുക. ശ്രദ്ധിച്ചോണം. പ്രീവിയസ് ഇയർ ചോദ്യം PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. സ്ഥിരം ചോദ്യം അതെ അതന്നാണ് എക്സാക്ട്. അതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് എനിയാക്കിന്റെ ഫുൾ ഫോം. ഇനിയെങ്കിലും നിങ്ങൾ മറക്കരുത്. എനിയാക്കിന്റെ ഫുൾ ഫോം എന്താണ്? ഏറ്റവും അവസാനം നിൽക്കുന്നത് കാൽക്കുലേറ്റർ അല്ല, കമ്പ്യൂട്ടർ ആണ്. എന്താണ്? കമ്പ്യൂട്ടർ ആണ്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് എന്ത്? എനിയാക്ക്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ് എനിയാക്ക്. അതുകൊണ്ട് തന്നെയാണ് PSC സ്ഥിരം ഈ പറഞ്ഞ എനിയാക്കിനെ പറ്റി അതിന്റെ ഫുൾ ഫോം ചോദിച്ചുകൊണ്ട് ഇരുന്നത്. എനിയാക്ക് എന്താണ്? കമ്പ്യൂട്ടർ ആണ്. കാൽക്കുലേറ്റർ അല്ല. കാൽക്കുലേറ്റർ ആരെങ്കിലും തലയ്ക്കുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൻ കളഞ്ഞത്. ഈ പറഞ്ഞ 4 എണ്ണത്തിന്റെ അകത്ത് ആകെപ്പാടെ ഒരൊറ്റൊരുത്തനാണ് കാൽക്കുലേറ്റർ. അവനെയാണ് ഇവിടെ നീല കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എനിയാക്ക് എന്ന് പറഞ്ഞ അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. കാൽക്കുലേറ്റർ അല്ല, കമ്പ്യൂട്ടർ ആണ്. ഓക്കെ. അതുപോലെ തന്നെ എക്സാക്ക് എന്തായിരുന്നു? എക്സാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ്. എന്താണ്? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്ററിനെ ആയിരിക്കും നമ്മൾ എന്ത് വിളിക്കുക? എക്സാക്ക് എന്ന് വിളിക്കുക. അവൻ മാത്രമാണ്. ഈ 4 എണ്ണമാണ് ഏറ്റവും ആദ്യം നമ്മൾ കാണിച്ച 4 എണ്ണമാണ് ഇമ്പോർട്ടന്റ്. അക്കൂട്ടത്തിൽ ചെറിയൊരു തലതിരിവുള്ളത് ഇവന് മാത്രമാണ്. ഇവൻ എന്താണ്? കാൽക്കുലേറ്റർ ആണ്. എക്സാക്ട് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. അതുപോലെ തന്നെ മറ്റൊരെണ്ണമായിരുന്നല്ലോ എഡ്വാക്ക്. അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്. അവസാനം കമ്പ്യൂട്ടർ ആണ്. അത് മാത്രം ഓർത്താൽ മതി. സാക്ക്, അതായത് നമ്മൾ കാൽക്കുലേറ്ററിനെ ഒരു സാക്കിന്റെ അകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കരുതുക. അതിനെ നമ്മൾ എക്സാക്ട് സോറി കേട്ടോ, കറണ്ട് പോയി. എന്നാലും ക്ലാസ് ഇപ്പം കഴിയുന്നു. അവരെ മോളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഒരു കെട്ടിടത്തിന്റെ അതല്ല പറഞ്ഞത്. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എക്സാക്കിനെ പറ്റിയാണല്ലേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എക്സാക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ എക്സാക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. കമ്പ്യൂട്ടർ അല്ലാത്ത ആകെപ്പാടെ ഒറ്റ ഒരാളെ ഉള്ളൂ. അല്ല സോറി എന്താ ഇവിടെ പറഞ്ഞു?
എഡ്സാക്ക് മാത്രമാണ് എന്ത് കമ്പ്യൂട്ടർ ഈ കൂട്ടത്തില് കാൽക്കുലേറ്റർ ആയിട്ടുള്ളത് എഡ്സാക്ക് മാത്രമാണ്. അത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് തെറ്റി പോകുന്നത് അതിനാണ്. നമ്മൾ ഏറ്റവും അവസാനം എന്താണ് ഓപ്ഷൻസ് നോക്കി നിന്നിട്ട് കാൽക്കുലേറ്റർ ആണോ കമ്പ്യൂട്ടർ ആണോ എന്നൊരു കൺഫ്യൂഷനാണ് നമ്മൾ കൊണ്ടുപോയി മാർക്ക് കളയുന്നത്. കൂടുതൽ ഓർത്താൽ മതി. എടാ ആ സാക്കിൻ്റെ അകത്ത് നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കാൽക്കുലേറ്റർ ആണ് എഡ്സാക്ക്. എടാ സാക്കിൻ്റെ അകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് കാൽക്കുലേറ്റർ ആണ്. മാർക്ക് പോകരുത്. കാൽക്കുലേറ്ററിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കും കാൽക്കുലേറ്റർ ചാക്കിൻ്റെ അകത്ത് പൊതിച്ചു വെച്ചിരിക്കുന്നത്. എടാ കാൽക്കുലേറ്റർ ചാക്കിൻ്റെ അകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് എഡ്സാക്ക് ആണ്. ഓക്കെ, അവൻ മാത്രമാണ് കൂട്ടത്തിൽ എന്ത് കാൽക്കുലേറ്റർ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കമ്പ്യൂട്ടേഴ്സ് ആണ്. പലപ്പോഴും BSc പോലും ഇതിന്റെ കീ ഒക്കെ തിരിച്ച് കണ്ടിട്ടുണ്ട്. ഇതിനടുത്ത് കാൽക്കുലേറ്റർ എന്ന് കണ്ടിട്ടുണ്ട്. ഇത് ബാക്കിയെല്ലാം തന്നെ കമ്പ്യൂട്ടർ ആണ്. ഈ പറഞ്ഞ ബാക്കി 3 കമ്പ്യൂട്ടർ ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയാം. അതിന്റെ ഫുൾ ഫോം ENIAC. ചിലപ്പോൾ പെട്ടെന്ന് വീഡിയോ നിന്ന് പോകും. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മൾ ഏകദേശം പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആ ഒരു ഫുൾ ഫോം കൂടെ നോക്കിയിട്ട് തൽക്കാലം നിർത്താം. ഓക്കെ, ENIAC മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയാം. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. കാൽക്കുലേറ്റർ അല്ല, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ആണ്. അതുപോലെ തന്നെ എഡ്സാക്ക് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഇവനാണ് കൂട്ടത്തിൽ തല വെച്ചത്. എന്തായിരുന്നു എടാ കാൽക്കുലേറ്റർ സാക്കിൻ്റെ അകത്ത് പോയി വെച്ചേക്കാണ്. അപ്പം ആ ഒരു വേർഡിൽ നിന്ന് എഡ്സാക്ക് ഓർക്കണം. സാക്ക് എടാ അവനെന്താണ് തല കഴിഞ്ഞവനാണ്, അവൻ കാൽക്കുലേറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എഡ്വാക്ക് ഉണ്ട്. എഡ്വാക്ക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. എന്താണ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് എഡ്വാക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എഡ്വാക്ക് ആണ് ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ. ഏറ്റവും ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ. എന്താണ് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ? സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ സിഡിക്കകത്തോ ഏതെങ്കിലും ഒരു മെമ്മറി ഡിവൈസിൻ്റെ അകത്ത് പ്രോഗ്രാം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതിനെയായിരിക്കും നമ്മൾ എന്ത് പറയാം സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ. വെളിയിൽ നിന്ന് പ്രീ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും എന്ത് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ. അപ്പം ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രീവിയസ് ഒരു ചോദ്യമാണ്, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്നാണ് എഡ്വാക്ക് ആണ്. എന്താണ് എഡ്വാക്ക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് എന്ത് എഡ്വാക്ക്. ഈ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് എക്സാക്ട് മാർക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇനി നിങ്ങൾ അത് തെറ്റിക്കരുത്. നിങ്ങൾ ആരും തെറ്റിക്കരുത്. എടാ സാക്ക് എന്താണ് അവൻ തലതിരിഞ്ഞവനാണ്, അവൻ കാൽക്കുലേറ്റർ ആണ്. ഓക്കെ, അവൻ എന്താണ് അവൻ നമുക്ക് തെറ്റിക്കാൻ വേണ്ടി മാത്രം ഒരു ഓപ്ഷനാണ് എക്സാക്കിനെ മാറ്റി നിർത്തിയത്. ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ. ബാക്കി എല്ലാത്തിൻ്റെ അകത്തും കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ. കമ്പ്യൂട്ടർ ഉള്ളത് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ കമ്പ്യൂട്ടർ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരാളും കൂടെ ഉണ്ട്, കാരണം മിക്കവാറും ഇപ്പോൾ പോകും. ഫസ്റ്റ് ആള് ഏറ്റവും ലാസ്റ്റ് ആളാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഏറ്റവും ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ആണ് എന്ത് യൂണിവാക്. ഏറ്റവും ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ഇപ്പം നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കൊമേഴ്സ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് കമ്പ്യൂട്ടറാണ് എന്ത് ഈ പറഞ്ഞ യൂണിവാക്. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ടാവും. നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.